തല ഉയർത്തിയ ഒത്തിരി സംഭവങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളത്തിൽ ശക്തമായ വചനത്തിൻ്റെ വെളിപ്പാടുകൾ, നിയോഗങ്ങൾ തന്നിട്ടുണ്ട്. അബ്രഹാമിൻ ആദ്യമായിട്ട് തല ഉയർത്തിയത് ദൈവത്തിൻ്റെ വാഗ്ദത്തം കാണുവാനാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് പകൽ എല്ലാവരോടും ദൈവാത്മാവിൻ്റെ ഇടപെടലുണ്ട്. നിന്റെ മുടങ്ങിക്കിടക്കുന്ന നിരവധിയായ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. ദൈവമാണ് നിന്നെ വിളിച്ചിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൽ ആശ്രയിച്ച് തല ഉയർത്തുക. അബ്രഹാമേ, നീ തല ഉയർത്തി കിഴക്കോട്ട് നോക്കണം, തല ഉയർത്തി പടിഞ്ഞാറോട്ട് നോക്കണം, തല ഉയർത്തി വടക്കോട്ട് നോക്കണം, തല ഉയർത്തി തെക്കോട്ട് നോക്കണം. നോക്കുന്നതൊക്കെ നിനക്ക് ഞാൻ അവകാശമായി തരും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങനെയാണെങ്കിൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവം നിന്നോടൊരു വാഗ്ദത്തം പറയുകയാണ്, നീ കാണുന്നത് ഞാൻ നിനക്ക് മാത്രമല്ല നിന്റെ സന്തതിക്കും ഞാൻ അവകാശമായി തരും. ഇവിടെ രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് മരിച്ചുപോയ സഹോദരന്റെ പുത്രൻ, രണ്ട് വിളി കേട്ടിറങ്ങിയ അബ്രഹാം, കൂടെ പുറപ്പെട്ട ലോത്ത്. ഈ ലോത്തും നോക്കിക്കണ്ടു, അബ്രഹാമും നോക്കിക്കണ്ടു. അബ്രഹാം നോക്കിക്കണ്ടത് ദൈവം വാഗ്ദത്തം ചെയ്തതിനെയാ. ലോത്ത് നോക്കിക്കണ്ടത് നീരോട്ടമുള്ള സ്ഥലങ്ങൾ, തൻ്റെ ആടുമാടുകൾക്ക് ഉള്ള സംരക്ഷണം. ഒരു സ്തോത്രം പറയണം. ഹല്ലേലൂയ. ലോത്ത് ലോകത്തിൻ്റെ ഭൗതികത്തിൻ്റെ നന്മകൾ നോക്കിക്കണ്ടു. എന്നാൽ അബ്രഹാം സ്വർഗത്തിലേക്ക് നോക്കി. ഇന്ന് പകൽ ഉയരങ്ങളിലേക്ക് നോക്കുന്നവന് വേണ്ടി വാഗ്ദത്തങ്ങളെ അളന്ന് തിരിച്ചു കൊടുക്കുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. ഇന്ന് സ്വർഗം നിനക്ക് വേണ്ടി അളന്ന് തിരിച്ചു തരുന്ന ഒരു വലിയ ദൈവമാണ്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. രണ്ടാമത്തേത് 18-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. ആ ആ ആ ശ്രദ്ധിച്ചേ, യജമാനന്മാരെ നല്ല വിളിച്ചേ. നിങ്ങൾ എൻ്റെ കൂടെ വരണം. ബൈബിളിലെ ഏത് ചെറിയ വാക്യത്തിലും ഭയങ്കര മർമ്മമുള്ള അർത്ഥങ്ങളുണ്ട്. വീട്ടിൽ വന്നത് 3 പേരാ, പക്ഷേ അബ്രഹാം വിളിച്ചത് ഒരാളെയാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേര് വന്നാലും വിളിക്കാൻ ഒരാളെ ഉള്ളൂ. പത്രോസ് ഉറക്കമുണർന്നു. ഏലിയാവും മോശയും യേശുവും ഇരിക്കുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് മേഘം മറഞ്ഞു. പിന്നെ യേശുവിനെ മാത്രമേ കണ്ടുള്ളൂ. യോഗത്തിൽ വന്നത് മുതൽ നീ ഒരാളെ മാത്രമേ കാണാവൂ. കണ്ണുയർത്തുന്നവന് കാണാൻ അല്ലെ വെളിപ്പെട്ടത് 3 പേരാ, പക്ഷെ കണ്ടത് ഒരാളെയാ. ഇന്ന് രാവിലെ വിടുവിക്കാൻ കഴിവുള്ള, സഹായിപ്പാൻ കരുത്തുള്ള ഒരുവൻ നിന്റെ കൂടാരത്തിലേക്ക് എഴുന്നള്ളി വരികയാ. ദൂത് മനസ്സിലാകുന്നവർ മൗനമായിരിക്കരുത്. ഹല്ലേലൂയ. ഓ, ഇന്നലെ അബ്രഹാം വാഗ്ദത്തം കണ്ടു. ഇന്ന് രാവിലെ വാഗ്ദത്തം ചെയ്തവനെ കണ്ടു. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല, എനിക്ക് സ്വോത്രം പറയാതിരിക്കാനൊക്കെ ശ്രദ്ധിച്ചേ. ദൂത് ഇന്നലകളിൽ അബ്രഹാം ആരെ കണ്ടു? എന്ത് കണ്ടു? വാഗ്ദത്തങ്ങൾ കണ്ടു. പക്ഷെ ഇന്ന് അബ്രഹാം വാഗ്ദത്തം ചെയ്തവനെ കണ്ടു. ഹല്ലേലൂയ. എത്ര പേരുടെ കണ്ണുകൾ കൊതിക്കുന്നുണ്ട് രാവിലെ? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുകയാണ്. എനിക്ക് മറ്റൊന്നും ഇന്ന് പകൽ കാണണ്ട. ഹല്ലേലൂയ. എനിക്ക് ഇന്ന് പകൽക്കാലം കാണേണ്ടത് എന്നെ വിളിച്ചവൻ, എന്നെ വേർതിരിച്ചവൻ, എന്നോട് വാഗ്ദത്തം ചെയ്തവൻ, അവനെ എനിക്ക് ഇന്ന് പകൽക്കാലം കാണണമെന്ന് ആഗ്രഹമുള്ളവര്. ഓ ഹല്ലേലൂയ. ദൈവമൈതലേ, ആരാധനയ്ക്ക് വന്നിട്ട് ലൈവ് കണ്ടുകൊണ്ടിരിക്കല്ലേ? ഇത് ലൈവ് നടക്കുകയല്ലേ? പിന്നെ നീ കൈവച്ച് ലൈവ് കാണേണ്ട കാര്യമില്ല. അത് അവർ കണ്ടോളും, വരാത്തവർ കണ്ടോളും. ആരാധനയ്ക്ക് വന്ന് മൈസിസ്റ്റ കണ്ടോണ്ടിരിക്കല്ലേ? ആരാധനയ്ക്ക് വന്ന് പാർസ കണ്ടോണ്ടിരിക്കല്ലേ? ആരാധനയ്ക്ക് വന്ന് ലൈറ്റ് കണ്ടോണ്ടിരിക്കല്ലേ? ആരാധനയ്ക്ക് വരുന്നവൻ കാണേണ്ടത് അത്യുന്നതനായ ദൈവത്തെ. ഓ ഹല്ലേലൂയ. അബ്രഹാമിന്റെ കാഴ്ചപ്പാടുകൾ 4 നിലയിലാ. ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്നാമത്തെ കാഴ്ചപ്പാട് അപ്പോസ്തല പ്രവൃത്തി
7-ാം അധ്യായം 1, 2, 3 വാക്യം. വേഗം വേഗം വായിക്കണം. ആ ആ ആ ആ ആ ഒന്നാമതായിട്ട് ലോർഡ് ഓഫ് ഗ്ലോറി ഹല്ലേലൂയ പറയണം. ആരെ കണ്ടു? സ്തോത്രം പറഞ്ഞില്ല. ഉയരത്തിലേക്ക് തല ഉയർത്തുന്നവന് തേജോമയനായ ദൈവത്തെ കാണാം. ഇന്ന് രാവിലെ മുഖം വലിച്ചിരുന്ന കാണാനൊക്കത്തില്ല. പ്രത്യാശയുള്ളവന്റെ അകത്തളത്തിൽ തേജോമയനായ ദൈവത്തെ അവനെ കണ്ടാൽ നീ കൽദയ ദേശം വിടും. അവനെ കണ്ടാൽ നീ പാരമ്പര്യം വിടും. അവനെ കണ്ടാൽ നീ യൂഫ്രട്ടീസ് കടക്കും. അവനെ കണ്ടാൽ നീ സ്നാനപ്പെടും. അവനെ കണ്ടാൽ വ്യർത്ഥമായ പിതൃ പാരമ്പര്യങ്ങൾ വിടും. നീ തേജോമയനായ ദൈവത്തെ കണ്ടാൽ എപ്പോഴാണ് അബ്രഹാം കൽദയ പാരമ്പര്യം വിട്ടെ? എപ്പോഴാണ് പിതാക്കന്മാർ ആരാധിച്ച കൽദയ ആരാധന വിട്ടെ, വിഗ്രഹാരാധന വിട്ടെ? എപ്പോഴാണ് മെസപ്പൊട്ടോമിലെ ഊറിനോട് യാത്ര പറഞ്ഞത്? എപ്പോഴാണ് കാണിപ്പാരിക ദേശത്തേക്ക് പുറപ്പെട്ടത്? എപ്പോഴാണ് യൂഫ്രട്ടീസിൽ ഇറങ്ങി സ്നാനപ്പെട്ട് അക്കരെ കയറിയത്? അബ്രഹാം പറയും തേജോമയനായ ദൈവത്തെ കണ്ടു. രക്ഷിക്കപ്പെടുന്നത് സഭ കണ്ടോണ്ടല്ല, ഹോള് കണ്ടോണ്ടല്ല, ഉപദേശിയുടെ വാചകമടി കേട്ടോണ്ടല്ല. രക്ഷിക്കപ്പെടേണ്ടത് തേജോമയനായ ദൈവത്തെ കണ്ടോണ്ടാ. സന്തോഷമുള്ളവർ മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് പകൽക്കാലം കൃപയിലേക്ക് വരുന്നവർ കാണേണ്ടത് തേജോമയനായ ദൈവത്തെയോ. ഹല്ലേലൂയ. ഇന്ന് പല പിള്ളേരും പോകുന്ന ന്യൂജൻ സഭകളുടെ ദൈവവചനത്തിൽ യാതൊരു വ്യവസ്ഥതയും ഇല്ലാത്ത ആട്ടും പാട്ടും കൂത്തും ഡാൻസും വീഴ്ചയും തെള്ളലുമൊക്കെ കാണാൻ വരുമ്പോൾ അവരോട് ചോദിച്ചാൽ പറഞ്ഞു, ഞങ്ങൾ ആട്ടം കണ്ടു വന്നതാ, പാട്ട് കണ്ടു വന്നതാ, ചിരി കേട്ടു വന്നതാ, കൊര കേട്ടു വന്നതാ. അങ്ങനൊന്നും ഇറങ്ങല്ലേ. നീ ഇറങ്ങേണ്ടത് തേജോമയനായ ദൈവത്തെ കണ്ട. ഇന്ന് പകൽക്കാലം അബ്രഹാം ഒന്നാമത് കണ്ടത് മെസപ്പൊട്ടോമിയിലെ ഊരിലിരിക്കുമ്പോൾ തേജോമയനായ ദൈവത്തെ കണ്ടെങ്കിൽ അവനിവിടെ വെളിപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ ആരാധനയിൽ ഇന്ന് രാവിലെ ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ പേരത്രേ തേജോമയനായ ദൈവം. 2 ഉൽപ്പത്തി 14:19-20. രണ്ടാമത് അബ്രഹാം കണ്ടത് അത്യുന്നതനായ ദൈവത്തെ. എല്ലാരും എൻ്റെ കൂടെ ഒന്ന് വരണേ. ഹലോ. ഒന്നാമത് ആരെ കണ്ടു? രണ്ടാമത് ആരെ കണ്ടു? തൻ്റെ സഹോദരൻ ലോത്തിനെയും കൂട്ടരെയും പിടിച്ചോണ്ട് പോയ രാജാക്കന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ അബ്രഹാമിന്റെയും 318 അഭ്യാസികളുടെ കൂട്ടത്തിൽ ഇറങ്ങി വന്ന് യുദ്ധം ചെയ്ത അത്യുന്നതനായ ദൈവത്തെ കണ്ടു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നിനക്ക് വിരോധമായി അണിയറയിൽ പടയൊരുക്കം നടത്തുന്ന, അല്ലെ നിന്റെ കുടുംബത്തെ ചിന്ന ഭിന്നമാക്കാൻ അണിയറയിൽ പടയൊരുക്കം നടക്കുന്ന പൈശാചിക പോരുകൾക്ക് നേരെ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരുന്ന അത്യുന്നതനായ ദൈവം. ഓ പോരെ പോരെ. ഇന്ന് രാവിലെ നീ ആരാധിച്ച് ജയമെടുക്കണം. ഇവിടെ വെളിപ്പെട്ടു വന്നിരിക്കുന്നവൻ. ഹല്ലേലൂയ. യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന അബ്രഹാമിന് ആദ്യത്തെ ഹോളി കമ്മ്യൂണിയൻ, സ്തോത്രം പറയണം, പഴയ നിയമത്തിലെ ആദ്യത്തെ ഹോളി കമ്മ്യൂണിയൻ നടത്തിയത് ഉപദേശിമാരൊന്നുമല്ല, ശാലേൻ രാജാവാ. സ്തോത്രം പറയണം. ശത്രുവിനെ കീഴ്പ്പെടുത്തി സഹോദരനെയും കുടുംബത്തെയും വിടുവിച്ചു കൊണ്ടിരുന്ന അബ്രഹാമിനെ അത്യുന്നതനായ ദൈവം വെളിപ്പെട്ടിട്ട് ശാലേൻ രാജാവ് അപ്പവും വീഞ്ഞും കൊടുത്തു. ഇന്നലകളെ യുദ്ധത്തിൽ ക്ഷീണിച്ച ദൈവ പൈതലേ,
നിന്റെ ക്ഷീണം മാറുന്നത് കാൽവറിയിൽ പിശാചിന്റെ മേൽ ജയമെടുത്ത അപ്പവും വീഞ്ഞും നീ കഴിക്കുമ്പോഴാ. സന്തോഷമുള്ളവൻ ദൈവത്തെ സ്തുതിക്കണം. ഇതിനകത്തൊരു മർമ്മം ഒളിഞ്ഞിരിപ്പുണ്ട്. നീ മുമ്പിൽ കാണുന്ന വെള്ളം മൂടി വച്ചിരിക്കുന്ന ഇതിനകത്ത് ഒരു മർമ്മമുണ്ട്. നിന്റെ കുടുംബത്തിനെതിരെ യുദ്ധം ചെയ്ത ശത്രുവിന്റെ മേൽ ജയമെടുത്ത് വെളിപ്പെട്ട അത്യുന്നതനായ ദൈവം. ഓ, നിർവികാരിയായിട്ടിരിക്കരുത്. നിർവികാരിയായിട്ടിരിക്കുന്ന നിന്റെ കുടുംബത്തിന്റെ കെട്ടഴിയുന്ന പകലായത്. മൂന്നാമത്തെ അബ്രഹാമിന്റെ വെളിപ്പാട് 17-ാം അധ്യായം 1-ാമത്തെ വാക്യം. നല്ല ഹല്ലേലൂയ പറയണം. ഇന്ന് രാവിലെ പ്രായം കൊണ്ട് കണ്ണിന്റെ കാഴ്ചയും പോയി, തിമിരവും ബാധിച്ച്, പല്ലും കൊടിഞ്ഞ്, നാക്കും കൊടഞ്ഞ്, കേൾക്കാൻ വയ്യാത്ത ഒരു പൊട്ട ദൈവം അല്ല ഇവിടെ വന്നേക്കുന്നത്. സ്തോത്രം പറയണം. വിളിച്ച അബ്രഹാമിന് വയസ്സ് 99, പക്ഷെ വെളിപ്പെട്ട ദൈവം സർവശക്തി ഉള്ളവൻ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവത്തിലെ ഈ പകൽ ഇവിടെ വെളിപ്പെട്ടു വന്നിരിക്കുന്നവൻ സർവശക്തിയുള്ള. ഓ, ആരാധിക്കണവൻ ശക്തിയോടെ ആരാധിക്കണം, ശക്തിയോടെ ആരാധിക്കണം. നിനക്ക് ക്ഷീണമുണ്ടല്ലേ? പനിയുടെ ക്ഷീണം, ചുമയുടെ ക്ഷീണം, വൈറൽ ഫീവറിന്റെ ക്ഷീണം, ക്യാൻസറിന്റെ ക്ഷീണം, ലുക്കേമിയയുടെ ക്ഷീണം, അല്ലെ തോട്ട് ഇൻഫെക്ഷന്റെ ക്ഷീണം, വോക്കൽ കോഡിലെ ക്യാൻസറിന്റെ ക്ഷീണം. പക്ഷെ ഇന്ന് പകൽ ഒരുത്തൻ വെളിപ്പെട്ടിട്ടുണ്ട്. അവന്റെ പേര് സർവശക്തിയുള്ള. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്റെ സകല രോഗത്തിന്റെ കെട്ടഴിക്കാൻ കഴിയുന്ന, നിന്റെ സകല പാപത്തിന്റെ കെട്ടഴിക്കാൻ കഴിയുന്ന, നിന്റെ സകല ശാപത്തിന്റെ ബന്ധനം അടിക്കാൻ കഴിയുന്ന, ഓ ജീവാരാബാബ, ആരാധിച്ച് ജയമെടുത്തോണം. ഈ പകൽക്കാലം പ്രാർത്ഥിച്ച് ജയമെടുത്തോണം. ഇതൊരു അസാധാരണ പകല്. നീ ഒന്ന് പറഞ്ഞേ, എടാ പ്രതിയോഗിയായ ദുഷ്ടപിശാചേ, എനിക്ക് കഴിഞ്ഞ ആഴ്ച ചില ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചിരി ശാരീരിക ബലഹീനത, ഇച്ചിരി ഷുഗറും, ഇച്ചിരി പ്രഷറും, ഇച്ചിരി കൊളസ്ട്രോളും, ഇച്ചിരി പനി, ഇച്ചിരി ചുമയും ഒക്കെ ഉണ്ടായിരുന്നാലും എടാ, എൻ്റെ കൂടെ നിൽക്കുന്ന ആരാ നിനക്കറിയാമോ? അവൻ സർവശക്തിയുള്ള ദൈവമാ. അവൻ സർവശക്തിയുള്ള ദൈവമാ. വിശ്വസിക്കുന്നവന് മാത്രമേ ആരാധിക്കാവുള്ളൂ. ഇന്ന് പകൽക്കാലം ഇവിടെ വെളിപ്പെട്ടു വന്നിരിക്കുന്നവൻ അത്യുന്നതനായ ദൈവം. ഓ കല്ല തേജോമയനായ ദൈവം, സർവശക്തിയുള്ള ദൈവം. ഓ നീ പറഞ്ഞോണ്ടിരിക്കണം, തേജോമയനായ ദൈവം എന്നെ തേടി കൽദയ ദേശമായ മെസപ്പൊട്ടോമിലെ ഊരിൽ ഇറങ്ങി വന്ന തേജോമയനായ ദൈവം. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി വെളിപ്പെട്ട അത്യുന്നതനായ ദൈവം. ഞാൻ ബലഹീനനായപ്പോൾ, വാഗ്ദത്തങ്ങളെ സംശയിച്ചപ്പോൾ എൻ്റെ അടുക്കൽ വന്ന സർവശക്തനായ ദൈവം. സ്തോത്രമെന്ന പകൽക്കാലം നിന്റെ സ്ഥിതി മാറുന്ന അനുസരിച്ച് ദൈവത്തിന്റെ പേര് മാറുകയാ. വിശ്വസികളെ ആരാധിക്കാവുള്ളൂ. നിന്റെ അവസ്ഥ മാറുന്ന അനുസരിച്ച് ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ സ്ഥിതി മാറുകയാ. ഓ ശാന്തരാധരാധര 21:33 വേഗം വായിക്കണം. ഒരല്ലേലിയ പറഞ്ഞേ. ആ വിശ്വാസ ജീവിതത്തിന്റെ 10-25 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പരുവത്തിലായെന്നല്ല കേട്ടോ. റെവലേഷൻ മാറുക, വെളിപ്പാട് മാറുക. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ആദ്യം കണ്ടത് തേജോമയൻ, പിന്നെ കണ്ടത് അത്യുന്നതൻ, പിന്നെ കണ്ടത് സർവശക്തൻ, ഇപ്പൊ കണ്ടത് ആരാന്ന് നോക്കിയേ? നിത്യദൈവം. ഹലോ, ഇന്നലെയും ഇന്നും ഹല്ലേലൂയ പറയണം. നിന്റെ ദൈവത്തിന്റെ പേര് ഇന്നലെ മന്ന ഒക്കെ തന്നു, പിന്നെ കഴിഞ്ഞ ആഴ്ച ഇറച്ചി തന്നായിരുന്നു, പിന്നെ ഒരാഴ്ച വെള്ളവും തന്നായിരുന്നു. ഇപ്പൊ ഇതൊക്കെ തരാൻ ഈ ദൈവത്തെ കൊണ്ട് നിന്റെ ദൈവം എന്നെ ബലഹീനനായോ? ഹലോ,
സ്വോത്രം പറഞ്ഞില്ല. നിന്റെ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട്, എടാ എൻ്റെ ദൈവം അന്നും ഇന്നും നാളെയും നിത്യദൈവമാണ്. അതുള്ളവനെ ആരാധിക്കാവൂ, അവനെ ആരാധിക്കാൻ കഴിയൂ. നീ തല ഉയർത്തണം, തല ഉയർത്തണം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുകയോ. കൂട്ടുകാർക്കും സ്നേഹിതർക്കും ഒക്കെ പ്രസംഗം അയക്കുന്നവർ കട്ട് ചെയ്ത് അയക്കല്ല, മൊത്തം അയച്ചേക്കണം, എല്ലാം കേൾക്കാൻ. അല്ലാതെ ഏതെങ്കിലും ചെറിയ ഭാഗം മാത്രം കട്ട് ചെയ്ത് അയച്ച് മെച്ചമെടുക്കാനാകല്ല, മൊത്തം അയച്ചോണം. അവർ കേൾക്കട്ടെ. നിത്യദൈവത്തെക്കുറിച്ചല്ലേ, അത്യുന്നത ദൈവത്തെക്കുറിച്ചല്ലേ. ഹലോ, സ്വോത്രം പറയുന്നില്ല. പ്രൈസലോ. വേദോത്സവം വായിക്കാതെ നീ എന്ത് ബന്ധപ്പെട്ട കട്ട് ചെയ്യുന്നേ? നീ ഇത് മൊത്തം വായിക്കേ, ഇത് മൊത്തം കേക്ക്. നിന്റെ കുടുംബത്തോടുള്ള ദൂത, നിന്റെ തലമുറയോടുള്ള ദൂത, പ്രാർത്ഥിച്ച് മുട്ടുമേരുന്ന് പ്രാപിക്കുന്ന ദൂത. ഈ ദൂത് പറയുമ്പോൾ നിന്റെ കുടുംബത്തിന് കെട്ടഴിഞ്ഞുകൊണ്ടിരിക്കുക, നിന്റെ തലമുറയുടെ ബന്ധനം മാറിക്കൊണ്ടിരിക്കുക, നിന്റെ പരാജയം ജയമായിക്കൊണ്ടിരിക്കുകയാ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മൂന്ന് അബ്രഹാം തലപൊക്കി നോക്കി. 15-ാം അധ്യായം 5-6 വാക്യം. മൂന്നാമത് തലപൊക്കിയത് തലമുറയെ കാണാനാ. ഇവിടെ ശ്രദ്ധിച്ചേ, അത് കണ്ടം വഴി ഓടുന്ന കുലക്കത്തി കൊണ്ട് നടക്കുന്ന കഞ്ചാവും MDF-ഉം ചാരായവും കുടിക്കുന്ന മക്കളെ കാണാനല്ല. അബ്രഹാമിന് തലപൊക്ക്. നാളുകളിൽ നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ പോന്ന ആകാശത്തിൽ നക്ഷത്രമായി വെളിപ്പെട്ട യേശു ക്രിസ്തു ഉൾപ്പെടെ, ഓ സ്വോത്രം പറയണം, വിദ്വാൻമാര് കണ്ട നക്ഷത്രം പോലെയുള്ള തലമുറ നിനക്ക് ജനിക്കാൻ പോകുന്ന ഈ ആത്മാവി കാണണം. ഇന്ന് പകൽക്കാലം കടൽക്കരയിലെ മണലല്ല കാണേണ്ടത്, ആകാശത്തിലെ നക്ഷത്രം പോലെ ശോഭിക്കുന്ന തലമുറ. ഓ, മനസ്സിലാകുന്നവർ ദൈവത്തെ ആരാധിക്കണം. എന്റെ തലമുറ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ ഇന്ന് തല ഉയർത്തി നോക്കണം, തല ഉയർത്തി നോക്കണം. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? മോനെ കുറിച്ച് ഞങ്ങൾക്ക് ഇത്രയും ബഹുമാനമാണെങ്കിൽ പപ്പായ്ക്കും മമ്മിക്കും എന്നോ ബഹുമാനമായിരിക്കും. നാളെ ആ 3 നക്ഷത്രവും എല്ലാം വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തെ എന്നോ ബഹുമാനമായിരിക്കും. ഹലോ, സ്തോത്രം പറഞ്ഞേ. അബ്രഹാമെ തലപൊക്കി നോക്ക്. ആകാശത്തിലെ പാറയെല്ലാരും ഇന്ന് പകൽക്കലെ എണ്ണാൻ കഴിയാത്ത പോലെ മാനിക്കപ്പെടുന്ന ഒരു തലമുറയെ ദൈവം സഭയ്ക്ക് തരും. വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവൂ. ഹല്ലേലൂയ. പത്രവാർത്ത വരുന്നവനല്ല, മുഖം തൂവാലയം കൊണ്ട് മറയ്ക്കുന്നവനല്ല, പോലീസ് സ്റ്റേഷനിൽ പോയി പെണ്ണ് കെട്ടുന്നവനല്ല, രജിസ്റ്റർ കച്ചേരി പോയി ഒപ്പിടുന്നവനല്ല. നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന, കുടുംബത്തിന് അഭിമാനം തരുന്ന, സഭയ്ക്ക് മാന്യത തരുന്ന ഒരു തലമുറയെ കാണണമെങ്കിൽ സഭ തല ഉയർത്തി നോക്കണം. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുകയാ. ഏറ്റെടുക്കുന്നവരെ മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച്. ഒന്ന്, വാഗ്ദത്തം കണ്ടു. 2, വാഗ്ദത്തം ചെയ്തവനെ കണ്ടു. 3, വാഗ്ദത്ത സന്തതികളെ കണ്ടു. എല്ലാരും എന്റെ കൂടെയാണോ? 4, 22-13 വേഗം വായിക്കണം. ദൈവത്തിന്റെ കരുതൽ കണ്ടു. എനിക്കിവിടൊക്കെ നിന്ന് തുള്ളിച്ചാടിയാൽ കൊള്ളാവുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ക്ഷീണം കാണുമ്പോൾ എങ്ങനെയാണെന്ന് വിചാരിച്ച് ഞാനങ്ങ് ക്ഷീണിക്കുക. നിങ്ങളെ പ്രസംഗിക്കുന്നവനെ ക്ഷീണിപ്പിക്കല്ലേ. നിങ്ങൾ ഇന്ന് പോലെ ധൈര്യപ്പെടണം. ശ്രദ്ധിച്ചേ, അബ്രഹാം വാഗ്ദത്തം കണ്ടു, അബ്രഹാം വാഗ്ദത്തം ചെയ്തവനെ കണ്ടു, അബ്രഹാം വാഗ്ദത്ത സന്തതിയെ കണ്ടു. ഇപ്പോൾ വാഗ്ദത്ത സന്തതിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതൽ കണ്ടു. ഓ, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങും. ഓ, താഴ്വരയിൽ കൈവിടുക
ഓ അബ്രഹാമിന്റെ ദൈവമല്ലയോ? ഓ അബ്രഹാമിന്റെ ചെങ്കടലിലും കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ ആമേൻ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, തലമുറ അബ്രഹാമിനോട് ചോദിച്ചു. ശ്രദ്ധിക്കുന്നുണ്ടോ? അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, ഈ വാഗ്ദത്തം എനിക്ക് കിട്ടും എന്നതിന് എന്താണ് ഉറപ്പ്? തലമുറ അപ്പനോട് ചോദിച്ചു, അപ്പാ തീയുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടുംകുട്ടി എവിടെ? തേജോമയനായ ദൈവത്തെ കണ്ട, വാഗ്ദത്തം ചെയ്ത ദൈവത്തെ കണ്ട, വാഗ്ദത്ത തലമുറയെ കാണിച്ച ദൈവത്തെ കണ്ട, യുദ്ധത്തിൽ ജയവീരനായി വെളിപ്പെട്ട അത്യുന്നത ദൈവത്തെ കണ്ട ഭക്തൻ പറഞ്ഞടാ അതൊക്കെ എൻ്റെ ദൈവം കരുതിക്കോളും. സ്തോത്രം പറയണം. തലമുറയുടെ ചോദ്യത്തിന് നീ താടിക്ക് കയ്യും കൊടുത്ത് എൻ്റെ മോനെ ഞാനും അതാടാ ഒരാഴ്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് പ്രഷറും കൂടി ഷുഗറും കൂടി ഇപ്പോൾ ഉറക്കമില്ല, മോൻ പോയി ഉറക്കമുളകെ മേടിച്ചോണ്ട് വാ എന്ന് പറയുന്ന അപ്പനല്ലിത്. അത്യുന്നത ദൈവത്തെ കണ്ട അപ്പൻ പറയാണ് അതൊക്കെ എൻ്റെ ദൈവം കരുതിക്കോളും. വിശ്വസിക്കുന്നവര് മാത്രമേ ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. അത്യുന്നത ദൈവത്തെ കണ്ട അബ്രഹാമിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്ന ദൈവം. ഓ ജീവനബലാധര വൈഡകരാജകരീബലബലബ ശംദാരമന. ഇന്ന് പകരം ദൂത് ഞാൻ പറയാൻ പോവാ. നിന്റെ കൊച്ചിന്റെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ലേ, എൻ്റെ അപ്പൻ കരുതി വെച്ച ജോലി തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം, വെളിപ്പെട്ട് വരാൻ പ്രാർത്ഥിക്കണം. കൊച്ചിന്റെ കല്യാണത്തിന് പ്രാർത്ഥിക്കല്ലേ, എൻ്റെ കുഞ്ഞിന് വേണ്ടി എൻ്റെ അപ്പൻ കരുതിയ ആ മണവാളൻ ആ മണവാട്ടി വരാൻ പ്രാർത്ഥിക്കണം. സന്തോഷമുള്ള സ്വതന്ത്രം ചെയ്യാവുള്ളൂ. നിന്റെ കൊച്ചു ജനിക്കുന്നതിന് മുമ്പേ അവൻ മണവാളനെ ഒരുക്കിയേക്കുക. നിന്റെ മകൻ ജനിക്കും മുമ്പേ മണവാട്ടി ഒരുക്കിയേക്കുക. ഇന്ന് രാവിലെ ഒരുക്കി വച്ചിരിക്കുന്നത് കാണാൻ എല്ലാരും ഒന്നും കൈയടിക്കത്തില്ല. നിന്റെ ബുദ്ധി കൊണ്ടല്ല കാണേണ്ടത്, നിന്റെ ജഡം കൊണ്ടല്ല കാണേണ്ടത്. പ്രാർത്ഥിക്കുന്നവൻ ആത്മാവി കാണണം. ഹല്ലേലൂയ. വണ്ടിയും വള്ളവും ചെല്ലാത്തടത്തൊന്നുമല്ല വെച്ചേക്കുന്നത്, നിന്റെ തൊട്ട് പിന്തുറയിലുണ്ട്. നീ ഇതുവരെ ആത്മാവി നോക്കിയില്ല, അതുകൊണ്ടാണ്. ഇന്ന് പകൽക്കാലം നീ ആത്മാവി കാണണം. ആത്മാവി കണ്ടാൽ കൊമ്പ് കുരുങ്ങിക്കിടക്കുന്ന അതിൻ്റെ കുരുക്കറയ്ക്കാൻ നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അത് നിന്റെ യാഗപീഠത്തെ കയറാനുള്ളതാ. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി മാത്രം, നിന്റെ കുടുംബത്തിന് വേണ്ടി മാത്രം, നിന്റെ തലമുറയ്ക്ക് വേണ്ടി മാത്രം കരുതി വെച്ച ചില വാഗ്ദത്തങ്ങൾ കാണാൻ വിശ്വസിക്കുന്നവരെ കരമൊന്ന് ചേർത്തടിച്ച് ആത്മാവിൽ പ്രതികരിച്ച് നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതി വെച്ചത് കാണാൻ. കരവും ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. നിങ്ങൾ ഈ ദൂത് ഉൾക്കൊള്ളുന്നുണ്ടോ? നിങ്ങൾ ഈ ദൂത് ഗ്രഹിക്കുന്നുണ്ടോ? എന്നെ കുവൈറ്റ് കൺവെൻഷനെ വിളിച്ചിട്ട് എല്ലാം ക്രമീകരിച്ചിട്ട് തലേൻ്റെ തലേദിവസം പറയുകയാണ്, അച്ഛാ വിസ കിട്ടാൻ യാതൊരു സാധ്യതയില്ല. 65 വയസ്സ് കഴിഞ്ഞവർക്ക് ഇപ്പോൾ ഇവിടെ വിസ കൊടുക്കുന്നില്ല. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഇവിടെ
വിസ കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ബ്രദറെ ഞാൻ അവിടെ വരും, ഞാൻ കൺവെൻഷൻ പ്രസംഗിക്കും, നിങ്ങളെടുത്ത ടിക്കറ്റ് തിരിച്ചു വരും, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. സ്തോത്രം. എൻ്റെയും ലോർഡ്സൻ ആൻ്റണിയും കൂടെ ഒന്നിച്ചാണ് കൊടുത്ത്. എന്നിട്ട് തിരുവനന്തപുരത്ത് എടുത്ത ടിക്കറ്റ് മാറ്റി അവനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ കൊച്ചിയിൽ നിന്നാക്കി. പക്ഷേ ലോർഡ്സൻ്റെ വിസ കിട്ടിയില്ല, എൻ്റെ വിസ കിട്ടി. ഞാൻ ചെന്ന് പ്രസംഗിച്ച് തിരിച്ചു വന്നു. പ്രസംഗം തീരുന്ന ദിവസം ലോർഡ്സിന് വിസ കിട്ടി. പിന്നെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഹലോ, എനിക്കും വേണേൽ പറയാം, എന്നാൽ പിന്നെ 10-40 വയസ്സുള്ള വേറൊരാളെ സെലക്ട് ചെയ്യാൻ. പക്ഷെ ഞാൻ പറഞ്ഞു, ദൈവം കരുതിക്കോളും. ഇന്ന് പകൽ എത്ര പേര് പറയാൻ തയ്യാറുണ്ട്? എന്നെ വിളിച്ച ദൈവം കരുതുന്ന ദൈവമാണ്. എന്നെ വിളിച്ച ദൈവം കരുതുന്ന ദൈവമാണ്. അവൻ കരുതിയിട്ടുണ്ട്. കരുതി വെച്ചിട്ടാ നിന്നെ വിളിച്ചത്. കരുതി വെച്ചിട്ടാ നിന്നെ വിളിച്ചത്. നിങ്ങളൊരു മർമ്മം അറിഞ്ഞോണം. ഇസ്രായേലിനെ വിളിക്കുന്നതിനൊക്കെ മുമ്പേ ഈ തീക്കൽപ്പാറയിലെ വെള്ളം ദൈവം സംഭരിച്ചു വെച്ചതാണ്. അതുകൊണ്ട് വടികൊണ്ട് അടിച്ചപ്പോൾ എന്നേരം പൊട്ടി വന്നാണോ? അല്ലെന്നേ, അവൻ്റെ ആ പാറയുടെ ഗർഭത്തിൽ 40 വർഷം തൻ്റെ ജനത്തിന് കുടിക്കാനുള്ളത് സംഭരിച്ചു വെച്ചേക്കുക. വെളിപ്പെട്ട് വരാൻ അല്പസമയം എടുക്കും. വെളിപ്പെട്ട് വരുന്ന നമ്മൾ ചിലപ്പോൾ നീ മത്സരിച്ചും പിറുപിറുക്കും, മെരീബയിലെ അനുഭവം ഉണ്ടാക്കും, കലക്കമുണ്ടാക്കും. പേടിക്കണ്ട. നിന്റെ കൂടെ പുറപ്പെട്ടത് മോശയാണെങ്കിൽ ആ പാറയ്ക്കകത്ത് നിന്റെ മറുപടിയുണ്ട്. എത്ര പേര് വിശുദ്ധ പകൽക്കാലം ആ തീക്കൽ പാറയ്ക്കകത്ത് തലമുറയ്ക്ക് വേണ്ടി കരുതി വെച്ചത് ഒരുക്കി തരുന്ന ഒരു ദൈവമുണ്ട്. ഇരുപത്തിനാലാം അധ്യായം 63 വാക്യം. തലമുറയോട് കരുതിയിട്ടുണ്ടെന്ന് അബ്രഹാം പറഞ്ഞു. പക്ഷെ 24 അധ്യായത്തിൽ അപ്പന്റെ സ്വഭാവമുള്ള മകൻ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കി. മാട്രിമോണിക്കകത്ത് പെണ്ണുണ്ടോന്നല്ല നോക്കിയേ, മാട്രിമോണി ചെറുക്കനുണ്ടോന്നല്ല നോക്കിയേ, അപ്പന്റെ ദൈവത്തെ കാണാൻ തലപൊക്കി നോക്കി. തലപൊക്കിയപ്പോ തനിക്ക് വേണ്ടി കരുതിയത് ഒട്ടകപ്പുറത്ത് വരുന്നു. ഇന്ന് പകൽ ദൂത് ഏറ്റെടുക്കുന്നവരെ ആരാധിക്കാവൂ. നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മറുപടി നിനക്ക് വേണ്ടി ഒട്ടകപ്പുറത്ത്. ഈ ദൂതേ എന്നോട് ദൈവം പറഞ്ഞ നിന്നെ വശീകരിച്ച് മരുഭൂമി കൊണ്ടുപോകും, അവിടെ വെച്ച് നിന്നോട് കൃത്യമായി സംസാരിക്കുമെന്ന് പറഞ്ഞ് മരുഭൂമി ഇരിക്കുമ്പോൾ തന്ന ദൂത. ഞാൻ അവിടെ പറയാൻ പല പ്രാവശ്യം ഒരുങ്ങിയെങ്കിലും ദൈവം അനുവദിച്ചില്ല. ദൈവം പറഞ്ഞ് ഇത് പറയേണ്ടത് നിന്റെ പരിപാലനത്തിലുള്ള ആട്ടുംകൂട്ടത്തോടാണ് പറയേണ്ടത്. അതുകൊണ്ട് അവിടെ പറയാതെ ഇവിടെ പറയാൻ വന്നേക്കുകയാണ്. തലമുറ ധ്യാനിപ്പാനായിട്ട് ഇറങ്ങിച്ചെന്നു. നിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന തലമുറയാണോ നീ? പ്രാർത്ഥനയിൽ തലപൊക്കി നോക്കുമ്പോൾ അപ്പൻ തലപൊക്കി നോക്കിയപ്പോൾ കണ്ടത്, മകൻ തലപൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയട്ടെ, ഇതുവരെ കാണാത്ത ചിലത് നിനക്ക് വേണ്ടി ഒരുങ്ങി വരുന്നത്, ഒട്ടകപ്പുറത്ത് വരുന്നത്. ഓ, വിശ്വസിക്കർ ദൈവത്തെ ആരാധിക്കണം. ആത്മാവ് പ്രവചിച്ച് ദൂത് പറയുകയോ. അബ്രഹാമിന്റെ സഹോദരനായ നാഹോരിന്റെ മകൻ പെതുവേലിന്റെ മകൾ ലാബാന്റെ പെങ്ങൾ സുന്ദരിയായ റിബേക്ക, കന്യകയായ റിബേക്ക, പുരുഷൻ തൊട്ടിട്ടില്ലാത്ത സ്ത്രീയായ റിബേക്ക. സ്വോത്രം പറയണം. നോക്കി, അപ്പൻ്റെ ദൈവം മോന് വേണ്ടി കരുതിയ കരുതൽ കണ്ടോ? ആഴത്തിലിറങ്ങി വെള്ളം കോരുന്ന, വന്നവനും ആ ഒട്ടകങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുന്ന. അപ്പം ഈ കൊച്ചിനോട് അപ്പനും അമ്മയും ആങ്ങളെ ലാബാനും എല്ലാം കൂടെ പറഞ്ഞ്, പെതുവേലും വല്യപ്പൻ നാഹോറും അമ്മയും ആങ്ങളെ ലാബാനും എല്ലാം കൂടെ പറഞ്ഞു, എടി കൊച്ചേ, അങ്ങനെ ധൃതി വെച്ച് പോകണ്ട, നമ്മളൊന്ന് കണ്ടതല്ല ഉള്ളൂ, നമുക്കൊരു 6 മാസം ഫോണിൽ കൂടെ ഒന്ന് ചാറ്റൊക്കെ ചെയ്ത് നല്ല ചെറുക്കനാണോ എന്നൊക്കെ നോക്കി, നല്ല പെണ്ണാന്നൊക്കെ ചാറ്റി നമുക്കൊരു കുളമാക്കിയിട്ട് പോകാം എന്ന് പറഞ്ഞില്ല. ആ കൊച്ചുവിനെയും കൊണ്ട് ഇപ്പോൾ പോകുമെന്ന് പറഞ്ഞു. അപ്പൻ പറഞ്ഞിട്ട് 10 ദിവസം 10 days
ന്യായമായിട്ട് നമുക്കൊരു കേറ്ററിംഗുകാർക്ക് കൊടുക്കണ ഓർഡർ കൊടുക്കുന്നത് തന്നെ 10 ദിവസം വേണ്ടേ? ഒരു 10 ദിവസം നിൽക്കട്ടെന്ന് പറഞ്ഞു. ഉടനെ എലിയാസർ പറഞ്ഞു അത് കൊച്ചിനോട് ചോദിക്കാൻ പറഞ്ഞു. ഹലോ, നിന്റെ ഭാവി സംബന്ധ കാര്യങ്ങൾ ചോദിക്കേണ്ടത് കൊച്ചിനോട് ചോദിക്കാൻ പറഞ്ഞു. ഉടനെ കൊച്ചു പറഞ്ഞു ഇപ്പം പോവാന്ന് പറഞ്ഞു. ഹലോ, മണവാളിനെ കണ്ടിട്ടില്ല, പക്ഷെ മണവാളിനെ കുറിച്ച് കേട്ടു. കുറേ ദിവസമായിട്ട് ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും എല്ലാം ഈ എലിയാസർ പറഞ്ഞത് ഈ മണവാളിനെ കുറിച്ചാണ്. അവൾ ചോദിച്ചു എങ്ങനുണ്ട്? ഹോ എൻ്റെ കൊച്ചേ, എനിക്ക് വർണ്ണിക്കാവൊന്നും വയ്യ. എടി 1000 സുന്ദരനാ. ആണോ? 10,000 സുന്ദരനാ. ആണോ? ഇടി വെണ്മയും ചുമപ്പുമുള്ളവനാ. ഈ ഒട്ടകങ്ങൾ 10 കണ്ടോ? ഈ 10 ഒട്ടകത്തിൻ്റെ പുറത്തിരിക്കുന്ന എല്ലാം അവൻ്റെ അപ്പൻ്റെ സ്വത്താ. നിങ്ങൾ മിണ്ടുന്നില്ല. ഈ മണവാളനെ കുറിച്ച് അങ്ങോട്ടുള്ള വർണ്ണന നിനക്കറിയാമോ? അവൻ ചുമ്മാ ഇങ്ങനെ ഉണ്ടായതല്ല, 25 വർഷം പ്രാർത്ഥിച്ച് മേടിച്ചതാ. സ്വത്രം പറഞ്ഞില്ല. അവരൊരു വാഗ്ദത്ത സന്തതിയാ. എൻ്റെ യജമാനന്റെ മുഴുവൻ സ്വത്തുക്കൾ അവനുള്ളതാ. ഇതെല്ലാം കേട്ടപ്പോ കൊച്ചു പറഞ്ഞു ഞാനിപ്പം വരികയാണ്. ഇന്ന് പകൽക്കാലം മണവാളിനെ കുറിച്ചുള്ള വർണ്ണന കേട്ടാ പോകാൻ ഒരുങ്ങിക്കോണം. നീ ഇവിടെ കടിച്ചു തൂങ്ങിക്കിടക്കല്ലേ. ഇവിടെ തോട്ടമുണ്ട്, റബ്ബറുണ്ട്, തെങ്ങുണ്ട്, വീടുണ്ട്, പിള്ളേരുണ്ട്, ഇവിടെ നിൽക്കല്ലേ. മണവാളിനെ കുറിച്ച് കേട്ടാൽ പോകാനൊരു ആവേശം വരണം. ഹല്ലേലൂയ. പാദങ്ങൾ പൊങ്ങുന്നേ, ഉള്ളം തുടിക്കുന്നേ. സന്തോഷമുള്ള കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്റെ പാദങ്ങൾ പൊങ്ങണം, നിന്റെ ഉള്ളം തുടിക്കണം. അപ്പൊ ഇസഹാക്ക് തലപൊക്കി ഒട്ടകങ്ങളെ കണ്ടു. ഈ കൊച്ചിനെ ഒന്ന് വായിച്ച് 24, 64 വായിച്ച് ഒരു സ്വോത്രം പറഞ്ഞേ. ഹലോ, എല്ലാവരും ഇവിടെയാണോ? ഇത്രയും ദിവസം എലിയാസർ എന്ന കാര്യസ്ഥൻ ആരെ കുറിച്ച് പറഞ്ഞു? കറക്റ്റ് അവനെ തന്നെ കണ്ടു. ഈ കഴിഞ്ഞിടെ 6 വർഷം ലൈവിൽ കൂടെ തന്നെ കണ്ട കൊച്ച് നിർബന്ധിച്ച് തൃശ്ശൂർ ചെല്ലാൻ പറഞ്ഞു. തൃശ്ശൂർ ചെന്നപ്പോൾ ആ ചെറുക്കന് 73 വയസ്സുണ്ട്, പെണ്ണിന് 17 വയസ്സും. 17 വയസ്സുള്ള കൊച്ച് 7 വർഷം കണ്ടുകൊണ്ടിരുന്നത് ഈ 73-കാരനെയാണ്. ഹലോ, മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ റിബേക്ക കണ്ടത് 73-കാരനെ അല്ല, ഇസഹാക്കിനെ കണ്ടു. നിന്നോട് ഏത് ദൂത ദൈവം പറഞ്ഞു അത് വേണം കാണാൻ. അന്തരീക്ഷം പോകല്ലേ. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ഇടയിൽ അങ്ങനെ ആരുമില്ല. ഇല്ലെങ്കിൽ നല്ലത്. ഉണ്ടെങ്കിൽ പോവാണെങ്കിൽ പാസ്വേഡെങ്കിലും പറഞ്ഞിട്ട് നീ പോകാം. ഒന്നുമല്ല, എവിടാന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഹല്ലേലൂയ. നീ നിന്റെ കുടുംബത്തിന് അപമാനം വരുത്തല്ല, നിന്റെ അപ്പൻ്റെ അമ്മയുടെ തല താഴ്ത്തല്ല, നിന്റെ സഭയ്ക്ക് നാണംകേട് വരുത്തല്ല. അവൻ കരുതിയിട്ടുണ്ട്, കരുതിയത് വെളിപ്പെട്ടു വരും. നീ അത്യുന്നത ദൈവത്തെ കണ്ട അപ്പൻ്റെ മോനാണെങ്കിൽ നിനക്ക് വേണ്ടി കരുതിയത് ഒന്ന് പിൻപുറത്ത് കുരുങ്ങിയത് കാണും, 2 ഒട്ടകപ്പുറത്ത് വരുന്നത് കാണും. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഇന്ന് പകൽക്കാലം വേർപാടും വിശുദ്ധിയുമുള്ള സഭയ്ക്കകത്തെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. 3 ചോദ്യം ചോദിച്ചു റിബേക്ക. ഒന്ന് വായിച്ചേ. ഒരല്ലേലിയ പറഞ്ഞേ. സംശയം തീർക്കുന്ന എല്ലാം ആത്മാവിനോട് ചോദിച്ചാണ്, ബ്രോക്കറോട് ചോദിച്ചല്ല. ഹലോ, ബ്രോ അല്ല മറുപടി പറയണ്ടേ, കാര്യസ്ഥൻ മറുപടി പറയാം. കണ്ടത് ആരാന്ന് ആത്മാവിനോട് ചോദിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അവൾ കണ്ടോണ്ടേ ഒട്ടപ്പുറത്ത് എടുത്ത് ചാടി പോയെന്നല്ല. അവൾ ചോദിച്ചു നീ കഴിഞ്ഞ ദിവസമൊക്കെ എന്നോട് പറഞ്ഞ ആൾ തന്നെയാണോ വരുന്നത്? നമ്മെ എതിരേറ്റ് വരുന്ന ആ പുരുഷൻ ആരാ? അതാരാ പറയണ്ടേ? പറഞ്ഞേ. സഭയെ പുത്രന് പരിചയപ്പെടുത്തുന്ന ആത്മാവാ. ആത്മാവ് പരിചയപ്പെടുത്താത്ത ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല. അപ്പോൾ
ഇസഹാക്ക് പെണ്ണിനോട് സംസാരിച്ചെന്നല്ല. സ്തോത്രം. എന്നാൽ 2 മിനിറ്റ് 5 മിനിറ്റ് മാറി നിന്ന് സംസാരിക്കട്ടെ, അങ്ങനല്ല. ഇസഹാക്ക് എലിയാസോട് ചോദിച്ചു, നിന്റെ കൂടെ വരുന്ന സ്ത്രീ ആരാ? അപ്പൊ സ്ത്രീയെ പരിചയപ്പെടുത്തിയത് ആരാ? ഒന്ന് പറ. ഇസഹാക്കിനെ പരിചയപ്പെടുത്തിയ ആരാ? അങ്ങനെയാണ് മധ്യാകാശത്ത് വരുന്ന യേശുവിനെ, സഭയെ പരിചയപ്പെടുത്തുന്ന ആരാ? ആത്മാവിന് നിന്നെ വല്ല പരിചയമുണ്ടോ? ആത്മാവിന് നിന്നെ പരിചയമുണ്ടോ? നീ ആത്മാവിനെ ആരാധിക്കാറുണ്ടോ? നീ ആത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? നീ ആത്മാവായ ദൈവത്തിന്റെ കൂടെയാണോ? അല്ലെങ്കിൽ നിന്റെ കാര്യം ഗതികേടാ. ഇനി ഞാൻ ആത്മാവിനെ പ്രാപിക്കാത്ത പോത്തിന് പറഞ്ഞ് വൈകിട്ട് വിഷയം ഉണ്ടാക്കല്ലേ. ദൂത പറയുന്നേ, പരിചയപ്പെടുത്തുന്ന ആത്മാവാ. എലിയാസറേ, നിന്റെ കൂടെ ഒട്ടകപ്പുറത്ത് വരുന്ന സ്ത്രീ ആരാ? സ്ത്രീ. എലിയാസറേ, എതിരേറ്റ് വരുന്ന പുരുഷനാരാ? എതിരേറ്റ് വരികാൻ പോവാം. കർത്താവ് ഉത്ഥാൻ, ഗംഭീര നാദത്തോടും. ആരും അറിയാതെ ജനലിനിടയിൽ കൂടെ ഷാള് 4 കെട്ടി തൂക്കിയിട്ട് ഷാളെ കൂടെ കയറി വരികയും പോവുകയൊന്നുമല്ല, നാട്ടുകാരറിഞ്ഞാ വരുന്നേ. കർത്താവ് ഉത്ഥാൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരും. പിതാവിന്റെ വല്ലഭത്വമുള്ള സന്നിധാനം വിട്ടിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാർ ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. ഇരുവരും ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ. മേഘം പൊങ്ങിക്കാണുന്നേ നിത്യ കൂടാരത്തിൽ, മേഘം കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ, യാശിക്കുന്ന ദൈവമേ, യേശുവേ മണാളനെ, ഒരിക്കലൂടെ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. പറഞ്ഞ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം. പറയെല്ലാരും, സഹായം വരുന്ന ഒരു സ്വർഗം ഇവിടെയുണ്ട്. നിന്നെ സഹായിപ്പ് ഇവിടെ മറ്റാരുമില്ല, പക്ഷെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒന്ന് വിശ്വസിച്ച് 2-3 വാക്യം വായിച്ച് അവസാനിപ്പിക്കുന്നു. അതേ ഉൽപ്പത്തി 33 1 വേഗം വായിച്ചേ. ആ 33 5 വായിച്ചേ. ആ ആ ഒറ്റവാക്കി പറഞ്ഞ, യാക്കോബ് തലപൊക്കി നോക്കി പ്രതികൂലത്തെ അനുകൂലമാക്കുന്ന ദൈവത്തെ കണ്ടു. ഏശാവ് തലപൊക്കി നോക്കി പിള്ളാരെയും തള്ളമാരെയും കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. കൊല്ലാൻ വാളും കൊണ്ട് വന്ന ഏശാവ് പറഞ്ഞു, എന്നെങ്കിലും നീ എൻ്റെ കയ്യിൽപ്പെടും. കുറഞ്ഞ പക്ഷേ അപ്പൻ്റെ അടക്കത്തിനേലും നീ വരാതിരിക്കത്തില്ല. അന്ന് ഞാൻ നിന്നെ എന്ത് ചെയ്യും? തീർക്കും. കൊലാടിയെ പോലെ വന്നവനാ. പക്ഷെ യാബോക്ക് മുട്ടുമടക്കിയപ്പോൾ മല പോലെ വന്ന വിഷയം. സ്വോത്രം പറഞ്ഞേ, ഹല്ലേലൂയ. മല പോലെ വന്ന വിഷയം മഞ്ഞുപോലെ ഒരുങ്ങിപ്പോയി. കൊച്ചുമോൻ, അപ്പൻ, വല്യപ്പൻ തലപൊക്കി നോക്കി. മകൻ ഇസഹാക്ക് തലപൊക്കി നോക്കി. കൊച്ചുമകൻ യാക്കോബ്. നിങ്ങളെല്ലാം കൂടെ തല കുനിച്ചിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ?
അത് കണ്ട കൊച്ചുമകന്റെ കൊച്ചുമോൻ പറയാണ്, ഞാനും എൻ്റെ കണ്ണ് എൻ്റെ വല്യപ്പൻ ഉയർത്തിയ എൻ്റെ വല്യപ്പന്മാർ അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ, നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ പിതാക്കന്മാർ കണ്ട ദൈവത്തിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുകയാ. സഭയോട് ഇന്ന് രാവിലെ ആത്മാവ് പറയുന്നു, ഉയർത്താനൊരിടമുണ്ട്. ഹല്ലേലൂയ. ഓ, രക്തത്താലെ ജയം. കൊല്ലം വാളും കൊണ്ട് 400 പട്ടാളക്കാരെ കൊണ്ട് വന്ന വല്യപ്പന് 318 ഉള്ളായിരുന്നു. കൊച്ചുമോന്റെ 400 പട്ടാളമുണ്ട്. എല്ലാവരും ഇവിടെയാണോ? യാക്കോബിനെ നേരിടാൻ വന്ന 5 രാജാക്കന്മാർക്കെതിരെ 318 ഉള്ളൂ. ഇത് ഒറ്റ യാക്കോബിനെതിരെ വന്നേക്കുന്നത് 400 കൊണ്ടാ. യാക്കോബ് കണ്ട് പേടിച്ചൊരു ഒറ്റ മുട്ടുമടക്ക്. ആ രാത്രി മൊത്തം മല്ല് പിടിച്ചു, ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു. ആ സമയത്ത് മെറ്റോന്റെ മനസ്സിടിച്ചു, ഏശാവിന്റെ മനസ്സ് തകർന്നു. അവൻ കുഞ്ഞുങ്ങളെയും തള്ളകളെ കണ്ടപ്പോൾ ചോദിച്ചാണ്, യാക്കോബേ ഇതൊക്കെ ആരാ? പറഞ്ഞു, യജമാനനെ. ആരെ വിളിക്കുക? പായസം കൊടുത്ത് അനുഗ്രഹം മേടിച്ച് ചേട്ടച്ചാരെ വിളിക്കുകയാണ്. യജമാനനെ, എൻ്റെ കഷ്ടതയിൽ എൻ്റെ ദൈവം എനിക്ക് തന്നതാണ് ഇതെല്ലാം. ഈ മുന്നേ പോകുന്ന ആട്ടുംകൂട്ടവും കന്നാലിക്കൂട്ടും അതെല്ലാം നിനക്ക് തരാൻ വേണ്ടി സമ്മാനം തരാൻ കൊണ്ടുവന്നതാണ്. ഒരല്ലേ പറഞ്ഞു. അവൻ പറഞ്ഞു, മോനെ എനിക്ക് വേണ്ടുവോളം ഉണ്ട്, എനിക്കൊന്നും വേണ്ട, നീ എല്ലാം നിൻ്റെ എടുത്തോ. അതങ്ങനല്ലേ ചേട്ടൻ, അങ്ങനെ പറയല്ലേ, ഇതെല്ലാം മേടിച്ചോ എന്ന് പറഞ്ഞ് അല്ല ഇതെല്ലാം ആർക്ക് കൊടുത്തു? ഏശാവന്. അപ്പം എൻ്റെ വിഷയം തീരുക. വല്യപ്പൻ ദൈവത്തെ കണ്ടു. മകൻ വിഷയം വന്നപ്പോൾ വല്യപ്പൻ കണ്ട ദൈവത്തെ കണ്ടു. കൊച്ചുമകൻ വിഷയം വന്നപ്പോൾ ദൈവത്തെ കണ്ട, പറഞ്ഞേ, വല്യപ്പൻ കണ്ട ദൈവത്തെ കണ്ടു. അതുകൊണ്ട് ദൈവം ഒരു പേരിട്ടു ഇന്നത്തെ വിശ്വാസിയോട്. ദൈവമേ നിന്റെ പേരെന്നാ? ഞാൻ അബ്രഹാമിൻ്റെ, ഞാൻ ഇസഹാക്കിൻ്റെ, ഞാൻ യാക്കോബിൻ്റെ. പറഞ്ഞേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതാത് സമയങ്ങളിൽ ദൈവത്തിങ്കിലേക്ക് നോക്കി ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവൻ്റെ ദൈവമാ ഞാൻ. നിന്റെ കെയർ ഓഫിൽ അറിയാൻ ദൈവം ആഗ്രഹിക്കുക. ഇന്ന് രാവിലെ എത്ര പേര് പറയും, ചങ്കത്ത് കൈവച്ച് അവൻ എൻ്റെ ദൈവമാ, അവൻ എൻ്റെ തലമുറയുടെ ദൈവമാ. നീ ഇന്ന് വരെ ആയിരിക്കുന്ന എല്ലാം അവന്റെ കരുതലാ. ഓ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ എൻ്റെ കരം ചേർത്തടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വാക്യം കൂടെ വായിച്ചേ, യോശുവ 5:13-14. അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ 4ാം തലമുറക്കാരൻ. ഒന്ന് വരണേ. 4ാം തലമുറക്കാർ മിസ്രയീം വിട്ട് മടങ്ങി വരും. 4ാം തലമുറക്കാരനായ യോശുവ തലപൊക്കി നോക്കിയപ്പോൾ ആ വല്യപ്പന് കൊടുത്ത വാഗ്ദത്തം 7 കനാന്യ ജാതികൾ പിടിച്ചടക്കി വെച്ചേക്കുക. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? വല്യപ്പൻ്റെ സ്വത്തല്ല ഇപ്പം ആരുടെയില്ല. അമാലേക്ക്, അനാക്യ മല്ലന്മാരുൾപ്പെടെയുള്ള കനാന്യ ജാതികളുടെ കയ്യിലാണ്. അപ്പം യോശുവ തലപൊക്കി നോക്കിയപ്പോൾ സൈന്യത്തിൻ്റെ അധിപൻ, സ്തോത്രം പറയണം, നിന്റെ അവകാശങ്ങൾ ആരെങ്കിലും പിടിച്ചു വച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ വല്യപ്പൻ്റെ ദൈവം നിനക്ക് വെളിപ്പെടാൻ പോകുന്നത് സൈന്യത്തിൻ്റെ അധിപനായിട്ടാ. ഇവനെ കണ്ട് പേടിച്ചു വെച്ചു, നീ ആരുടെ പക്ഷമാ? ശത്രുപക്ഷമാണോ? ഉടനെ ദൂതൻ പരിചയപ്പെടുത്ത, ഞാൻ ശത്രുപക്ഷമല്ല, നിന്റെ പക്ഷമല്ല, ഞാൻ ആരാണ്? ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ. ഈ ആരാധന കഴിഞ്ഞ് മടങ്ങുമ്പോൾ നിന്റെ കൂടെ ഒരുത്തൻ പുറപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. ഊരിപ്പിടിച്ച വാളുമായി നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ കരുത്തുള്ള, നിന്റെ വാഗ്ദത്തങ്ങളെ സംരക്ഷിക്കാൻ കരുത്തുള്ള ഒരു ദൈവം. വിശ്വസിക്കുന്നവർ മാത്രം ഈ രാവിലെ ദൈവത്തെ ആരാധിക്കട്ടെ. നിനക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, 4ാം തലമുറയ്ക്ക് വേണ്ടി കരുതുന്ന ഒരു വലിയ ദൈവമുണ്ട്. ഓ പറഞ്ഞേ, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന
എനിക്ക് മുമ്പായി പുറപ്പെടുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. നമുക്ക് അടുത്ത ആഴ്ച ദൈവം അനുവദിച്ച യുദ്ധം ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് പറയാം. ഇന്ന് നിർത്താൻ പോകുകയാണ്. എൻ്റെ പ്രിയരെ, ഇന്ന് പകൽ ആ കണ്ണൊന്ന് ഉയർത്തിക്കേ. എവിടേക്കാ പാസ്റ്റേ സഹായം വരുന്ന എന്നെ സഹായിപ്പാൻ, എൻ്റെ കുടുംബത്തെ സഹായിപ്പാൻ, എൻ്റെ തലമുറയെ സഹായിപ്പാൻ, എൻ്റെ കൊച്ചുമക്കളെ സഹായിപ്പാൻ, എൻ്റെ സഭയെ സഹായിപ്പാൻ കഴിവുള്ള ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഞാൻ എൻ്റെ കണ്ണുകളെ ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ. ഓ തല എൻ സഹായം. ആ കരങ്ങൾ രണ്ടും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം എഴുന്നേക്കാൻ കഴിയുമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് വാനം ഭൂമി അഖിലം വാഴും കരങ്ങൾ ഉയർത്തി ശോഭയേറും സ്വർപ്പൂരി തീരമതിൽ ചേർന്നിടും ഞാൻ. ശോഭയേറും സ്വർപ്പൂരി തീരമതിൽ ചേർന്നിടും എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു ശോഭിത പൂരത്തിൻ വാതിൽ. എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. പാലകൻ താൻ ഇല്ലെനിക്കു ഖേദമൊട്ടും. പാലകൻ താൻ ഇല്ലെനിക്കു ഖേദമൊട്ടും. എന്റെ കണ്ണുകൾ തുണയാരോടും വങ്കീരി ഉയർത്തിയിടും ഞാൻ. എന്റെ കണ്ണുകൾ തുണയാരോടും വങ്കീരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. കഴിയുമെങ്കിൽ ഒരു നിമിഷം പുറമെയുള്ള കണ്ണുകൾ അടച്ച് നിന്റെ അകക്കണ്ണുകൾ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ഉയർത്തി ആ രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ദൈവത്തോടെ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രാണനെ പരിപാലിക്കുന്ന, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ഞങ്ങളെ ഏശാതെ വണ്ണം ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ഇസ്രായേലിൻ്റെ പരിപാലകനായ ദൈവത്തിങ്കലേക്ക് ഞങ്ങൾ സഭ ഒന്ന് ചേർന്ന് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുകയാണ്. ആ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുകയാണ്. സ്വർഗത്തിൻ്റെ ആണിപ്പഴുതുള്ള കരം ഞങ്ങളുടെ നേരെ നീട്ടണമേ. അപ്പാ, ആ തിരുമുഖം ഇന്ന് രാവിലെ ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. അപ്പച്ചാ, തൃക്കൈ ഞങ്ങളുടെ മേൽ നീട്ടണമേ. ഞങ്ങളെ ഓരോരുത്തരെ, ഓരോ കുടുംബങ്ങളെ, ഓരോ തലമുറകളെ ഇന്ന് നിശ്ചയമായിട്ട് അനുഗ്രഹിക്കണമേ, നിശ്ചയമായിട്ട് അനുഗ്രഹിക്കണമേ.
ഞങ്ങൾ ഈ ആരാധന കഴിയുമ്പോൾ തേജോമയനായ ദൈവത്തെ, അത്യുന്നതനായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ, യുദ്ധങ്ങളുടെ സൈന്യങ്ങളുടെ അധിപനായ ദൈവത്തെ കണ്ട് കൂട്ടിക്കൊണ്ട് മടങ്ങുവാൻ ദൈവം സഹായിക്കണമേ. 3 പേര് വീട്ടിൽ വന്നെങ്കിലും യജമാനനെ കണ്ട അബ്രഹാമിനെ പോലെ 2 പേര് ലോത്ത് പാർക്കുന്ന സോദോമിലേക്ക് പോയി. പക്ഷെ യജമാനനും അബ്രഹാമും തന്നെ ആ രാത്രി മുഴുവൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. കൂടെ വന്നവർ 2 പോയി, പക്ഷെ യജമാനൻ പോയില്ല. ആരെ യജമാനെ എന്ന് വിളിച്ചോ? യജമാനന്റെ സന്നദ്ധിയിൽ രാത്രി മുഴുവൻ മധ്യസ്ഥതയുമായി അബ്രഹാം നിന്നതുപോലെ ഇന്ന് രാത്രി കൂടെ വന്നവരൊക്കെ പോകട്ടെ. നീ യജമാനന്റെ അടുക്കൽ ഒരല്പനിമിഷം നിൽക്കുമെങ്കിൽ അപ്പാ, 7ക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മാവിന്റെ അധികാരത്തിൽ, സ്വർഗം തന്ന വചനത്തിന്റെ വെളിപ്പാടിൽ അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ വചനം ഇവിടെ മാത്രമല്ല, ലൈവിൽ വരും ദിനങ്ങളിൽ കാണുന്നവർക്കെല്ലാം അനുഗ്രഹമായി ഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ.